ഇന്നലെ വൈകുന്നേരം ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളത്. പക്ഷേ അത് ആ ഒരു പ്രഖ്യാപനത്തിന് മണിക്കൂറുകളായില്ല. അതിനു മുമ്പ് തന്നെ വീണ്ടും ആക്രമണം ഇങ്ങോട്ട് ഉണ്ടാക്കിയാണ് പാകിസ്ഥാൻ ചെയ്തത്. ട്രംപൊക്കെ ആദ്യമായിട്ട് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഇതിന് മീഡിയേഷൻ വഹിച്ചത് ട്രംപ് ആണെന്നുള്ള രീതിയിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വീണ്ടും വെടിയുതിർക്കുകയാണ് ചെയ്തത്. പക്ഷെ തിരിച്ച് അത്തരത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷേ ഇനി എങ്ങനെയാണ്, ഇനി എന്തായിരിക്കും അവസ്ഥ? യുദ്ധം തുടങ്ങുമോ അതോ ഇതോടെ അവസാനിക്കുമോ? എന്തായിരിക്കും? ഈ പാകിസ്ഥാനുമായിട്ടാണ് ഇങ്ങനൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോയതെങ്കിൽ നമുക്കത് അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ സ്വഭാവമാണ്. ഭീകരവാദവും ഭീകരാക്രമണവും ഒരിക്കലും അവരുപേക്ഷിക്കത്തുമില്ല. അത് അവരുടെ തൊഴിലാക്കി നിർത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായിട്ടും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ കൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടമെന്ന് പറയുന്നത് പാകിസ്ഥാനും അതുപോലെ അവിടുത്തെ ഭീകര സംഘടനകൾക്കും നിങ്ങൾ ഭീകരപ്രവർത്തനം നടത്തിയാൽ തിരിച്ചടി കിട്ടുമെന്നുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യക്കെന്നല്ല, ഇന്ത്യക്ക് പിന്നിൽ അണിനിരന്ന ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ അതുകൊണ്ടല്ലേ പതറിപ്പോയത്. കാരണം ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പാക് സമ്പദ് വ്യവസ്ഥ തകരും, ഉറപ്പായ കാര്യമാണ്. ഇപ്പം തന്നെ തകർന്നിട്ടുണ്ട്. ഇപ്പം 2-3 ദിവസം കൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ അവിടെ ആകെ കൂടെ തകർന്ന് നിൽക്കുകയാണ്. വിലക്കയറ്റവും പിന്നെ അവിടെ പിന്നെ ഏത് തരത്തിലുള്ള ഒരു ചിട്ടയായ ജീവിതമൊന്നുമല്ല. മാത്രമല്ല ഇവർ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോവാൻ കാരണം ചൈന കൊടുത്ത ഒരു പിൻബലമായിരുന്നു. ചൈന എന്തോ വലിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി, മിസൈലുകളൊക്കെ അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ചൈന കുറച്ച് ഉപകരണങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തത്. അത് 8 നില പൊട്ടി. ഇപ്പം ചൈനയ്ക്ക് തന്നെ നാണക്കേടായിട്ടിരിക്കുകയാണ്. നമുക്കറിയാം മിസൈലൊക്കെ അതുപോലെ വന്ന് വീഴുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ത്യ അത് എടുത്തുകൊണ്ട് പോയി പരിശോധിക്കാനും അവർ ഇതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പരിശോധിച്ച് പുതിയൊരു അറിവിലേക്ക് ഇന്ത്യ എത്താൻ വേണ്ടിയിട്ട് ഒരു മിസൈൽ പൂർണ്ണമായിട്ട്, സാധാരണ അങ്ങനെയൊന്നും ഒരു രാജ്യത്തിൻ്റെ മിസൈലുകളോ മറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ ഇന്ത്യക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് ഒരു മിസൈൽ. മാത്രമല്ല ഇത്തരത്തിൽ ചൈന നാണം കെടുകയാണ് ചെയ്തത്. കാരണം ചൈന ഇതിനിടയിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ചൈന കൊടുത്ത ആയുധങ്ങൾ ചൈനയുടെ അനുവാദമില്ലാണ്ട് എന്തിന് പ്രയോഗിച്ചു ഇത്തരത്തിലുള്ള ആയുധങ്ങൾ? ഇപ്പോൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ചൈനയുടെ ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള വാർത്തകളുമാണ് കിട്ടുന്നത്. എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും ചൈന പാകിസ്ഥാനെ പിന്തുണച്ചത് കൊണ്ടല്ലേ ഇത്തരത്തിലൊരു ഇങ്ങനൊന്ന് ഉണ്ടാക്കിയത്, ഒരു ആക്രമണമൊക്കെ ഒന്ന് ഇന്ത്യക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു ധൈര്യത്തോടെ വന്നത്. ഇല്ല, ഇതിപ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോയില്ലേ. ചൈന അവരുടേതായ ഇതൊക്കെ കൊങ്ക് കാണിച്ചുവെങ്കിലും അതൊന്നും ഏക്കാതെ പോയി. ഇപ്പോൾ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. ഈ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഈ ആക്രമണം തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ തകരുമെന്നാണ് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ആർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുകൂടെ തകിടം മറിയുമെന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ഒരു പാർലമെൻ്റ് അംഗം അവിടെ സഭയ്ക്കകത്ത് നിന്ന് തൊഴുതുകൊണ്ട് പൊട്ടിക്കരയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് വൈറലായതാണ്. കാരണം അപ്പം അവിടുത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള ജനപ്രതിനിധികളും അപ്പോൾ ഉണ്ട് അവിടെ. ഇത്രയും പേടിച്ചിട്ട് ഇത്രയും പാകിസ്ഥാൻ ഭയന്നു. കാരണം 84 മണിക്കൂർ നീണ്ട ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആക്രമണം അവർക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അറബ് രാജ്യങ്ങളെയും ഇപ്പം ട്രംപിനെയൊക്കെ കണ്ടതും കാല് പിടിച്ചതും ഇന്ത്യയുമായി സംസാരിക്കണമെന്ന് പറയുന്നത്. അത്തരത്തിലൊരു സമാധാന ചർച്ചയിലേക്ക് ഇന്ത്യ കടക്കുകയും
അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിൽ വീണ്ടും പ്രകോപനം ഉണ്ടായത് അവിടുത്തെ രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥയല്ലേ? കാരണം നിയന്ത്രിക്കാൻ ആളില്ലാത്തതല്ലേ? അല്ല, അവിടെ അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് പാകിസ്ഥാൻ വെടിനിർത്തൽ നമ്മളെ കരാർ ഉണ്ടാക്കിയെങ്കിലും അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, കാശ്മീർ വളരെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പോവുകയല്ലായിരുന്നു, ധാരാളം ടൂറിസ്റ്റുകളും ഒക്കെ. പക്ഷേ എന്നാലും കേന്ദ്രസേന ഇതിനകത്ത് വളരെ വിജിലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കാരണം കാശ്മീരിൽ എപ്പോൾ വേണമെങ്കിലും ഇവർ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടത്തും എന്നുള്ളത് നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ ഒന്നുകൂടെ വിജിലൻ്റായി മാറുമെന്നുള്ളതാണ്. അല്ലാതെ ഈ വെടിനിർത്തലായി എന്ന് വിചാരിച്ച് സൈന്യത്തെ പിൻവലിക്കുകയോ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത്. കാരണം അവരുടെ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരിനിയും ചിലപ്പോൾ വലിയ ആയുധ സന്നാഹങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് നമ്മളുടെ സേനയുടെ പകുതി പോലും അവർക്കില്ലെന്നുള്ളതാണ്, പിൻബലമില്ല. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഇടപെടലല്ലേ ഇതിനകത്ത് വളരെ എടുത്തു പറയേണ്ട കാര്യം. അതാണ് ലോകം നമിച്ചു പോകുന്ന കാര്യം. ശരിക്കും ഇങ്ങനെ വിട്ട് കൊടുക്കുന്നത് തന്നെ വീണ്ടും വീണ്ടും ഇവർ ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനും ഇത്തരത്തിലുള്ള ഭീകരവാദികൾ നുഴഞ്ഞു കയറാനും ഇടം കൊടുക്കില്ല. ഒരിക്കൽ 1971 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത്തരത്തിൽ 93,000, എനിക്ക് തോന്നുന്നു 93,000-ഓളം പാക് പട്ടാളക്കാരെ ഉൾപ്പെടെ സൈനികരെ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും അന്ന് ആ രാജ്യത്തിനെ ശിഥിലമാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കസ്റ്റഡിയിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ വീണ്ടും ആ രാജ്യത്ത് നടക്കാതെ ഇന്ത്യക്കത് കാത്തു സൂക്ഷിക്കാമായിരുന്നില്ല. ഇത്തരത്തിൽ വീണ്ടും ഇന്ത്യയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം പുൽവാമ, മുംബൈ ആക്രമണം, കാർഗിൽ, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ അന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ? അത് പറ്റുമായിരുന്നു. പക്ഷേ അന്നേരത്തെ ആ രാഷ്ട്രീയ സാഹചര്യമാണ് അതൊക്കെ വഴിമാറിപ്പോയതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ ഭൂമുഖത്ത് നിന്ന് ഈ രാജ്യം ഇല്ലാതായി പോകണം. മിക്കവാറും അത് വിഭജിച്ചു പോകാനുള്ള സാധ്യത പോലും ഉണ്ടെന്നുള്ളതാണ്. കാരണം ഈ സൈന്യവും ഭരണവും ആണ് ഇതിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ എപ്പോൾ ഏതെല്ലാം കാലത്ത് ഭരണത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് സേനയാണ്. നമുക്കറിയാവുന്നതാണ്. ഇമ്രാൻഖാൻ ജയിലിലല്ലേ ഇപ്പോഴും. അതിനിടയ്ക്ക് തന്നെ അവിടെ എല്ലാം പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങുകയും ചെയ്തു, ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. ഈ അവസരത്തിൽ ഇമ്രാൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. ഭരണാധികാരികളെല്ലാം തന്നെ പിന്നീട് കൽത്തുറുങ്കിലേക്ക് പോവുക അല്ലെങ്കിൽ കഴിവുമരത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ പാകിസ്ഥാൻ്റെ കാര്യമായതുകൊണ്ട് ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചത് അവർ തോറ്റ് അവരുടെ രാജ്യം തകരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ധാരണയിലേക്ക് പോകാനായിട്ട്. അവരവരുടെ പരിമിതി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇനിയെങ്കിലും പോയാൽ അവർക്ക് നന്നായിരിക്കും.